തൃശൂരിലെ എം.പി എന്ന നിലയിൽ തന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് കരുതേണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നുവല്ലോ. താനൊരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ എത്തുന്നത് നടനായിട്ടായിരിക്കുമെന്നും അതിനുള്ള പണം വാങ്ങിയതിന് ശേഷം മാത്രം അതിന് പോകുള്ളൂ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതുവഴി ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. എങ്ങാണ്ടിയൂർ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനിയും സിനിമ ചെയ്യും. സിനിമകളിൽ കിട്ടുന്ന ശമ്പളത്തിൻ്റെ 5 മുതൽ 8% ചാരിറ്റി ചെയ്യും. എന്തുകൊണ്ടാണ് അത്ര ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത്ര നൽകാനേ എനിക്ക് അവകാശമുള്ളൂ എന്നും കണക്കുകൾ കാണിക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇനി മുതൽ അങ്ങനെ വരുന്ന കാശ് വ്യക്തികൾക്കല്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് പ്രധാനമായിട്ടും ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്കാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിലാണ് മറ്റൊരു പ്രധാന കാര്യം കൂടി സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഏതെങ്കിലും പരിപാടിക്ക് പോകുമ്പോൾ എം.പിയെ കൊണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് ആരും കരുതേണ്ട എന്ന മുന്നറിയിപ്പാണ് സുരേഷ് ഗോപി നൽകിയത്. അവിടെ സിനിമാ നടനായിട്ടേ വരൂ, അതിന് യോഗ്യമായ ശമ്പളം, അതായത് എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകൂ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു. ഈ വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് നയാ പൈസ ഞാൻ എടുക്കില്ലെന്നൊക്കെ അദ്ദേഹം അനുബന്ധമായി പറയുന്നുണ്ട്. ഈ പൈസ മുഴുവൻ എൻ്റെ ട്രസ്റ്റിലേക്കേ പോവുകയുള്ളൂ എന്നും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ ഇക്കാര്യങ്ങൾ വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ആരൊക്കെയോ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ നിർവചനമൊക്കെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനപ്രതിനിധിയും കേന്ദ്രമന്ത്രിയും ആയിരിക്കുന്ന അവസരത്തിൽ സിനിമയിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നത് ഓഫീസ് ഓഫ് പ്രോഫിറ്റിൻ്റെ പരിധിയിൽ വരില്ലേ എന്ന ചോദ്യമാണ് പലരും ഉന്നയിച്ചത്. അതൊരു ചോദ്യമായി വരുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോഴും കോടതികളിൽ നിന്ന് കൃത്യമായ നിർവചനം എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും നടനുമായ എം.ജി. രാമചന്ദ്രൻ്റെ കാലം മുതൽ ഈ വിഷയം പലതവണ കോടതി കയറി ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന പദം എവിടെയും നിർവചിക്കപ്പെട്ടിട്ടില്ല. 1951 ഭരണഘടനയിലോ RPAയിലോ ഇല്ല. ഒരു എം.പിയെ അയോഗ്യനാക്കുന്നതിനുള്ളൊരു കാരണമായി ആർട്ടിക്കിൾ 102 പറയുന്നത് ഓഫീസ് ഓഫ് ദ പ്രോഫിറ്റ് കൈവശം വയ്ക്കുന്നത് മാത്രമാണ്. പക്ഷേ ഓഫീസ് ഓഫ് ദ പ്രോഫിറ്റ് എന്താണെന്നുള്ളതിൻ്റെ നിർവചനമാണ് വ്യക്തമാകാത്തത്. പാർലമെൻറ്റിലെ അംഗത്വത്തിൽ നിന്നോ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് പദവികളിൽ നിന്നോ ആളുകൾക്ക് രാജിവെക്കേണ്ടി വന്ന നിരവധി സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ജയാ ബച്ചൻ UP ഫിലിം ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ചെയർപേഴ്സണായി ഇരിക്കുമ്പോൾ അന്നത്തെ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം രാജ്യസഭാ MP സ്ഥാനത്ത് നിന്നും അവരെ നീക്കം ചെയ്തു. ഈ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് നിരവധി സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നത് മറ്റൊരു ഉദാഹരണമാണ്. ഓഫീസ് ഓഫ് ദ പ്രോഫിറ്റ് വിഷയത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് പോസ്റ്റ് ഏതെങ്കിലും സർക്കാർ വകുപ്പുകളുടെ, അത് കേന്ദ്രമായാലും സംസ്ഥാനമായാലും, അല്ലെങ്കിൽ വ്യക്തിക്ക് വരുമാന സ്രോതസ്സുള്ള ഓഫീസ് ആയിരിക്കരുത് എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പ്രത്യേക നിയമമില്ലാത്തതും നിരവധി കോടതികൾ ഈ വിഷയത്തിൽ വിവിധ വിധികൾ പുറപ്പെടുവിച്ചതും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി ആയിട്ടുള്ള വ്യക്തി സിനിമ അഭിനയം നടത്തുന്നത് ഈ വിഷയത്തിൻ്റെ പരിധിയിൽ വരില്ലെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. വേണമെങ്കിൽ ഇതിൻ്റെ പേരിൽ കോടതികൾ കേസ് ഫയൽ ചെയ്യാമെന്നല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു വിധി കോടതികൾ പുറപ്പെടുവിക്കുമെന്നുള്ളത് പ്രതീക്ഷ മാത്രമാണ്. അതേസമയം എം.പിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ളൊരു വ്യക്തിക്ക് സിനിമകളിൽ അഭിനയിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മാത്രമേയുള്ളൂ, ജനപ്രതിനിധിയായിരിക്കുന്ന സമയത്ത് പോകുന്ന ഫംഗ്ഷനുകളിൽ പ്രസംഗിക്കുന്നതിന് കാശ് വാങ്ങാൻ കഴിയുമെന്ന ചിന്തയൊക്കെ ബാലിശമാണ്. കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തി ഇനി 5 വർഷം എവിടെ പോയാലും ഒരു സിനിമാ നടനായിട്ടല്ല, പാർലമെൻറ്റ് MP-യും കേന്ദ്ര സഹമന്ത്രിയും ആയിട്ടായിരിക്കും പോകുന്നത്. ഞാൻ ഫംഗ്ഷനുകളിൽ പോകുന്നത് സിനിമാ നടനായിട്ടാണ്, എന്നെ കേന്ദ്രമന്ത്രിയായോ MP-ആയോ നിങ്ങൾ കണക്കാക്കേണ്ട എന്ന് സുരേഷ് ഗോപി ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങനെയല്ല കാര്യം. ഈ പറയുന്ന MP സ്ഥാനം രാജിവെച്ച ശേഷം സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട്. എന്നാൽ MP-ആയി ഇരിക്കുന്ന സമയം മറ്റെന്ത് ചെയ്താലും അത് MP എന്ന ലേബലിൽ മാത്രമേ ആവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. MP സ്ഥാനം എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ള പദവിയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രം MP ആയാൽ മതി, അതിനുശേഷം ഞാൻ വേറൊരാളാണ്, നാളെ രാവിലെ 6 മണിക്ക് വീണ്ടും MP ആകാം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? വളരെ ലളിതമായി പറഞ്ഞാൽ അതുതന്നെയാണ് കാര്യം. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാനും അനുകൂലിക്കാനുമൊക്കെ ഒത്തിരി പേരുണ്ടാകും. സാധാരണ രീതിയിൽ നാടകീയത നിറഞ്ഞ സംസാരമാണ് സുരേഷ് ഗോപിയുടേത്. അതുകൊണ്ട് തന്നെ ആ പറയുന്നത് കേൾക്കുമ്പോൾ രോമാഞ്ചം വരുന്നവർ ഉറപ്പായും കൈയടിക്കും. അതിനൊപ്പം എനിക്ക് കിട്ടുന്ന പണം ഞാൻ ചാരിറ്റിക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞ ആരാധകർക്ക് അദ്ദേഹത്തോടുള്ള ആരാധന കൂടും. പക്ഷേ അതിനിടയിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ MP-ആയി വരില്ല, സിനിമാ നടനായി മാത്രമേ വരൂ, കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുമെന്നൊക്കെ പറയുന്നത് കുറച്ചെങ്കിലും ഒന്ന് ചിന്തിക്കണം.
ജനങ്ങൾ എം പി ആയി തിരഞ്ഞെടുത്ത ഒരു വ്യക്തി എനിക്ക് തോന്നുമ്പോൾ സ്ഥാനം മാറ്റിവെക്കുമെന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ നിയമം സമ്മതിക്കുമോ എന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് പരിശോധിച്ച് നോക്കണം. പണം നൽകിയ സുരേഷ് ഗോപിയെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് പോകുന്ന ഒത്തിരി പേർ കാണും. അവർക്കാർക്കും പരാതിയില്ല, സുരേഷ് ഗോപിക്കും പരാതിയില്ല. ആർക്കും പരാതിയില്ലാത്തത് കൊണ്ട് തന്നെ അതൊന്നും പ്രശ്നമാകാനും പോകുന്നില്ല. എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് ഒരു വിവാദമായി ഉയർന്നു വന്നാൽ പണം നൽകിയ ആൾ തന്നെ ഞാൻ സുരേഷ് ഗോപിക്ക് പ്രസംഗിക്കാൻ പണം നൽകി എന്ന് പറഞ്ഞാൽ ആ വിഷയം എവിടെ പോയി നിൽക്കുമെന്ന് വല്ല പിടുത്തവും ഉണ്ടോ? നാട്ടിലെ കുറച്ച് സാധാരണക്കാരായ ആൾക്കാർ തങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം പിയെ എന്തെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ എം പി ആയി വരില്ല, സിനിമാ നടനായി വന്നോളാം, ചോദിക്കുന്ന പ്രതിഫലം എനിക്ക് തരണം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ പണം ഞാൻ ചാറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്ന് അവരോട് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? എം പി സ്ഥാനവും കേന്ദ്രമന്ത്രി സ്ഥാനവും വഹിച്ചുകൊണ്ട് ഒരിക്കലും ആ പദവികൾക്ക് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യാൻ കഴിയില്ലെന്ന് തന്നെയാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. അതായത് എം പിയും കേന്ദ്രമന്ത്രിയും ആയിരിക്കുന്ന സുരേഷ് ഗോപിക്ക് ആ പദവികൾ ഒഴിവാക്കി വച്ച് വെറും സിനിമാ നടനായി എവിടെയെങ്കിലും ചെന്ന് ഉദ്ഘാടനം നടത്തി കാശ് വാങ്ങിക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം.